ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ അധ്യായത്തിൽ ആകെ 22 വാക്യങ്ങളാണുള്ളത്, 2 ശീർഷകങ്ങളും. ആദ്യത്തെ ശീർഷകം രക്ഷാ ദൈവികദാനം, രണ്ടാമത്തെ ശീർഷകം എല്ലാവരും ക്രിസ്തുവിലൊന്ന്. രക്ഷാ ദൈവികദാനം എന്ന ശീർഷകത്തിന് കീഴിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളും എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് എന്ന ശീർഷകത്തിന് കീഴിൽ 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളും ഉൾപ്പെടുന്നു. രക്ഷാ ദൈവികദാനം, ഇത് മാമോദീസ വഴി നമുക്ക് ലഭിച്ച രക്ഷയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുന്നുണ്ട്. അപരാധങ്ങളും പാപങ്ങളും മൂലം ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. നമ്മളും ഒരു കാലത്ത് ഈ അനുസരണക്കേടിൻ്റെ മക്കളോടൊപ്പം ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. എഫെസോസ് 2-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. എഫെസോസ് 2-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. നമ്മുടെ പാപങ്ങളാൽ നമ്മൾ മരിച്ചവരായിരുന്നിട്ടും അവിടുന്ന് നമ്മെ യേശുക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു. പിതാവായ ദൈവം നമ്മെ യേശുക്രിസ്തുവിനോടെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. അങ്ങനെ യേശുക്രിസ്തു വഴി നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരും കാലങ്ങളിൽ നമുക്ക് ലഭിക്കാനിരിക്കുന്ന അപരിമയമായ കൃപയുടെ സമൃദ്ധിയെക്കുറിച്ച് നമുക്ക് വ്യക്തമാക്കി തന്നു. എഫെസോസുകാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല, തന്മൂലം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. എഫെസോസ് 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ. നാം ദൈവത്തിൻ്റെ കരവേലയാണ്. നാം ചെയ്യാൻ വേണ്ടി സൽപ്രവൃത്തികൾ ദൈവം നമുക്കായി മുൻകൂട്ടി ഒരുക്കി വച്ചിരിക്കുന്നു. ഈ സൽപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നതിനായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം. ഇനി നമുക്ക് ഈ അധ്യായത്തിലെ ഈ ശീർഷകത്തിന് കീഴിൽ വരുന്ന ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. എഫെസോസ് 2-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 22 വാക്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം: എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരിക്കൽ നിങ്ങൾ മൃതരായിരുന്നു എന്ന് ശ്ലീഹ എഫെസോസ് 2:1 പറയുന്നത്? ഉത്തരം: അപരാധങ്ങളും പാപങ്ങളും മൂലം. അടുത്ത ചോദ്യം: അന്ന് എന്തു പിന്തുടർന്നാണ് നിങ്ങൾ നടന്നിരുന്നത് എന്നാണ് എഫെസോസ് 2:2 പറയുന്നത്? ഉത്തരം: ലോകത്തിൻ്റെ ഗതി. അടുത്ത ചോദ്യം: അന്ന് അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന ആരെ അനുസരിച്ചാണ് നിങ്ങൾ നടന്നിരുന്നത്? ഉത്തരം: അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ. അഞ്ചാമത്തെ ചോദ്യം: ആരോടൊപ്പമാണ് ഒരു കാലത്ത് നമ്മളും ജഡമോഹങ്ങളിൽ ജീവിച്ചു എന്ന് ശ്ലീഹ പറയുന്നത്? ഉത്തരം: അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം. ആറാമത്തെ ചോദ്യം: അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് എന്തിൽ ജീവിച്ചു എന്നാണ് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ജഡമോഹങ്ങളിൽ. ഏഴാമത്തെ ചോദ്യം: നമ്മളും സ്വഭാവേന എങ്ങനെയുള്ള മക്കളായിരുന്നു എന്നാണ് 2:3 പറയുന്നത്? ഉത്തരം: ക്രോധത്തിൻ്റെ മക്കൾ. അടുത്ത ചോദ്യം: നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും ആരു നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താലാണ് ക്രിസ്തുവിനോട് കൂടെ നമ്മെ ജീവിപ്പിച്ചത്? ഉത്തരം: കരുണാസമ്പന്നനായ ദൈവം. അടുത്ത ചോദ്യം: എന്തിനാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് എഫെസോസ് 2:5 പറയുന്നത്? ഉത്തരം: കൃപയാൽ. അടുത്ത ചോദ്യം: യേശു ക്രിസ്തുവിനോട് കൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് എവിടെയാണ് അവനോട് കൂടെ ഇരുത്തിയത്? ഉത്തരം: സ്വർഗത്തിൽ. 11ാമത്തെ ചോദ്യം: യേശു ക്രിസ്തുവിൽ നമ്മോട് കാണിച്ച കാരുണ്യത്താൽ വരാനിരിക്കുന്ന കാലങ്ങളിൽ തൻ്റെ എന്തിനെക്കുറിച്ച് വ്യക്തമാക്കുമെന്നാണ് എഫെസോസ് 2:7 പറയുന്നത്? ഉത്തരം: അപരിമേയമായ കൃപാസമൃദ്ധിയെക്കുറിച്ച്. 12ാമത്തെ ചോദ്യം: വിശ്വാസം വഴി എന്തിനാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്? ഉത്തരം: കൃപയാൽ. അടുത്ത ചോദ്യം: അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. എന്തിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഉത്തരം: രക്ഷയെക്കുറിച്ച്. അടുത്ത ചോദ്യം:
രക്ഷ പ്രവൃത്തികളുടെ ഫലമല്ലാത്തതിനാൽ ആരും അതിൽ എന്തു ചെയ്യേണ്ടതില്ല എന്നാണ് എഫെസോസ് 2:9 പറയുന്നത്. ഉത്തരം അഹങ്കരിക്കേണ്ടതില്ല. 15-ാമത്തെ ചോദ്യം, നാം ദൈവത്തിൻ്റെ എന്താണ്? ഉത്തരം കരവേല. അടുത്ത ചോദ്യം, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ എന്തിനായി യേശുക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് നാം? ഉത്തരം സൽപ്രവൃത്തികൾക്കായി. 17-ാമത്തെ ചോദ്യം, എഫെസോസ് 2:4 ദൈവത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? ഉത്തരം കരുണാസമ്പന്നനായ ദൈവം. ഇനി നമുക്ക് രണ്ടാമത്തെ ശീർഷകത്തിലേക്ക് കടക്കാം. എല്ലാവരും ക്രിസ്തുവിലൊന്ന്. എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന് എന്ന ശീർഷകത്തിലൂടെ സഭ ക്രിസ്തുവിശ്വാസം സ്വീകരിച്ച യഹൂദർക്കും വിജാതിയർക്കും കൂടി വേണ്ടിയുള്ളതാണ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ ഇവിടെ വ്യക്തമാക്കുന്നു. സഭയിൽ നിലനിൽക്കേണ്ട ഐക്യത്തെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ ഇവിടെ ഊന്നിപ്പറയുന്നു. നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈക്കൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ അപരിച്ഛേദിതർ എന്ന് വിളിച്ചുവെന്ന് ഓർമ്മിക്കുവിൻ എന്ന് വിശുദ്ധ പൗലോസ്ലീഹ അവരോട് പറയുന്നു. വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക എന്ന് വിശുദ്ധ പൗലോസ്ലീഹ അവരോട് പറയുന്നുണ്ട്. അവയെവയെന്ന് നമുക്ക് നോക്കാം. 1. അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ അറിയാത്തവരും. 2. ഇസ്രായേൽ സമൂഹത്തിൽ നിന്നും അകറ്റപ്പെട്ടവരും. 3. ഉടമ്പടിയുടെ വാഗ്ദാനത്തിന് അപരിചിതരും. 4. പ്രത്യാശയില്ലാത്തവരും. 5. ലോകത്തിൽ ദൈവവിശ്വാസമില്ലാത്തവരുമായിരുന്നു എന്ന് എഫെസോസ് 2:12 പറയുന്നു. ഇങ്ങനെ 5 കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അനുസ്മരിക്കുക എന്ന് വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാരോട് പറയുന്നുണ്ട്. ഒരിക്കൽ നിങ്ങൾ വിദൂരസ്ഥരായിരുന്നു, എന്നാൽ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴിയായി നിങ്ങൾ സമീപസ്ഥരായിരിക്കുന്നു. യേശുക്രിസ്തു നമ്മുടെ സമാധാനമാണ്. അവൻ ഇരു കൂട്ടരെയും ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിൽ തൻ്റെ മരണം കൊണ്ട് തകർത്തു കളയുകയും ചെയ്തു. എഫെസോസുകാർക്കുള്ള ലേഖനം 2-ാം അധ്യായം 15-16 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശു വഴി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. എഫെസോസ് 2-ാം അധ്യായം 15-16 വാക്യങ്ങൾ. എഫെസോസിൽ വിഗ്രഹാരാധനകളും രഹസ്യമതങ്ങളും നിലനിന്നിരുന്ന ഒരു സമൂഹത്തിലേക്കാണ് വിശുദ്ധ പൗലോസ്ലീഹ ഈ ലേഖനം എഴുതുന്നത്. ആ സമയം എഫെസോസിൽ യഹൂദ ക്രൈസ്തവർ വളരെ കുറവായിരുന്നു. യഹൂദർക്ക് ക്രിസ്തുവിശ്വാസം സ്വീകരിക്കാൻ സാധിക്കില്ല എന്നൊരു മനോഭാവം വിജാതിയർക്കിടയിൽ ഉണ്ടായിരുന്നു. അതിനാലാണ് വിശുദ്ധ പൗലോസ്ലീഹ ഈ ലേഖനത്തിലൂടെ അവരോട് സംസാരിക്കുന്നത്. വിദൂരസ്ഥരായിരുന്ന നിങ്ങളോടും സമീപസ്ഥരായിരുന്ന ഞങ്ങളോടും അവൻ സമാധാനം പ്രസംഗിച്ചു. അതിനാൽ യേശുക്രിസ്തുവിൽ ഒരേ ആത്മാവിൽ ഇരു കൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നു. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ. ഇതിൻ്റെ മൂലക്കല്ല് ക്രിസ്തുവാണ്. എഫെസോസ് 2-ാം അധ്യായം 21-22 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എഫെസോസ് 2-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. ഇനി നമുക്ക് ഈ ശീർഷകത്തിന് കീഴിൽ വരുന്ന ചോദ്യോത്തരങ്ങൾ നോക്കാം. 1-ാമത്തെ ചോദ്യം, എഫെസോസ് 2-ാം അധ്യായത്തിലെ ശീർഷകങ്ങൾ ഏവ? 2 ശീർഷകങ്ങളാണുള്ളത്. 1. രക്ഷ ദൈവികദാനം. 2. എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്. 2-ാമത്തെ ചോദ്യം, നിങ്ങൾ ശരീരം കൊണ്ട് വിജാതീയരായിരുന്നപ്പോൾ ശരീരത്തിൽ കൈക്കൊണ്ട് പരിച്ഛേദനം ചെയ്യപ്പെട്ടവർ നിങ്ങളെ എന്താണ് വിളിച്ചത്? ഉത്തരം അപരിച്ഛേദിതർ. 3-ാമത്തെ ചോദ്യം, പൗലോസ്ലീഹ എഫെസോസുകാർ എങ്ങനെയുള്ളവരായിരുന്നു എന്ന് വിവരിച്ചുകൊണ്ട് 2:12 എത്ര കാര്യങ്ങൾ പറയുന്നുണ്ട്? ഉത്തരം 5 കാര്യങ്ങൾ. 4-ാമത്തെ ചോദ്യം, പൗലോസ്ലീഹ എഫെസോസുകാരെ കുറിച്ച് 2:12 പറയുന്ന 5 കാര്യങ്ങളിൽ 4-ാമതായി പറയുന്ന കാര്യം എന്താണ്? ഉത്തരം പ്രത്യാശയില്ലാത്തവർ. 5-ാമത്തെ ചോദ്യം, എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ എപ്രകാരം സമീപസ്ഥരായിരിക്കുന്നു? ഉത്തരം യേശുക്രിസ്തുവിൽ അവൻ്റെ രക്തം വഴിയായി. അടുത്ത ചോദ്യം, യേശുക്രിസ്തു എന്തിൻ്റെ മതിലുകളാണ് തകർത്തു എന്ന് സ്ലീഹ പറയുന്നത്? ഉത്തരം ശത്രുതയുടെ മതിൽ. അടുത്ത ചോദ്യം,
എന്തിൻ്റെ ആധിപത്യമാണ് യേശുക്രിസ്തു തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കിയത്? ഉത്തരം: കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം. അടുത്ത ചോദ്യം: ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ആരെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനാണ് യേശുക്രിസ്തു ഇങ്ങനെ ചെയ്തത്? ഉത്തരം: ഒരു പുതിയ മനുഷ്യനെ. 9ാമത്തെ ചോദ്യം: അതിനാൽ അവനിലൂടെ ഡാഷ് ഇരു കൂട്ടർക്കും പിതാവിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു? ഉത്തരം: ഒരേ ആത്മാവിൽ. 10ാമത്തെ ചോദ്യം: വിദൂരസ്ഥരായ നിങ്ങളോടും സമീപസ്ഥരായ ഞങ്ങളോടും അവൻ എന്താണ് പ്രസംഗിച്ചത്? ഉത്തരം: സമാധാനം. 11ാമത്തെ ചോദ്യം: ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, പിന്നെ ആരാണ് എന്നാണ് ശ്ലീഹ എഫെസോസുകാരോട് പറയുന്നത്? ഉത്തരം: വിശുദ്ധരുടെ സഹപൗരരും ദേവഭവനത്തിലെ അംഗങ്ങളും. 12ാമത്തെ ചോദ്യം: ഏതു അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടവരാണ് നിങ്ങൾ എന്നാണ് ശ്ലീഹ അവരോട് പറയുന്നത്? ഉത്തരം: അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമായ അടിത്തറമേൽ. 13ാമത്തെ ചോദ്യം: പരിശുദ്ധാത്മാവിനാൽ എന്തായിട്ടാണ് നിങ്ങളും പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ശ്ലീഹ പറയുന്നത്? ഉത്തരം: ദൈവത്തിൻ്റെ വാസസ്ഥലമായി. 14ാമത്തെ ചോദ്യം: എഫെസോസ് 2-ാം അധ്യായം 15-ാം വാക്യം എഴുതുക. ഉത്തരം: കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തൻ്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. 15ാമത്തെ ചോദ്യം: എഫെസോസ് 2:20 പ്രകാരം അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറയുടെ മൂലക്കല്ല് ആരാണ്? ഉത്തരം: ക്രിസ്തു. 16ാമത്തെ ചോദ്യം: പരിശുദ്ധാത്മാവിനാൽ ഡാഷ് ആയി നിങ്ങളും അവനിൽ പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു? ഉത്തരം: ദൈവത്തിൻ്റെ വാസസ്ഥലമായി.